അസ്സലാമു അലൈക്കും. കൈറോയിൽ തന്നെയാണ് അടുത്തൊരു ദിവസം. ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ ഒരു ബാൽക്കണിയാണ് ഈ കാണുന്നത്. ഈ റൂമിലാണ് ഇന്നലെ രാത്രി ഞാൻ താമസിച്ചത്. ഇന്ന് ഈ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ്. ഇന്ന് ഈ റൂമിൽ വേറെ ഒരാൾ ബുക്കിംഗ് ഉണ്ട്. ഞാൻ ഒരു ദിവസത്തിന് മാത്രമേ റൂം ബുക്ക് ചെയ്തിരുന്നുള്ളൂ. പക്ഷേ ഇവരുടെ തന്നെ വേറെ പ്രോപ്പർട്ടി എടുത്തുണ്ട്. അതിൽ ഞാൻ വേറെ നാളേക്കുള്ള ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. ഇതൊരു നല്ല സ്റ്റേ ആയിരുന്നു. നല്ല ബെഡ്റൂം, പുറത്തേക്കുള്ള കാഴ്ച, പിന്നെ തണുപ്പായതുകൊണ്ട് AC ഒന്നും വേണ്ട. ഷെൽഫ്, പിന്നെ ഇങ്ങനെ ഒരു മേശ, ഒരു ചെയർ, ടേബിള്, അവിടെ നല്ലൊരു ചെയർ ഉണ്ടായിരുന്നു. ഓൾ ഓവർ നല്ല ഒരു റൂമായിരുന്നു. ഇത് Airbnb വഴിയാണ് ബുക്ക് ചെയ്തത്. ചാവി ഇവിടെ പൂട്ടിയിട്ട് പുറത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇവിടെ 2 ബാത്റൂം ഉണ്ട്. നമുക്ക് അറ്റാച്ച്ഡ് ആവില്ല. ഇവിടെ വേറെ റൂമുകാരുണ്ടാവും. അപ്പോൾ പബ്ലിക്കായിട്ടുള്ള ബാത്റൂം ഇങ്ങനെ 2 ഉണ്ടാവും. ഇത് ടോയ്ലറ്റ്. ഈ Airbnb വഴി ബുക്ക് ചെയ്യുമ്പോൾ വാഷ് മെഷീനും കാര്യങ്ങളുണ്ടാവും. പിന്നെ ഇതാണ് ബാത്ത് ടബ്. ഇതിൽ നിന്നാണ് കുളിക്കേണ്ടത്. ഷാമ്പൂ കാര്യങ്ങളൊക്കെ അവർ. അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇതാണ് കിച്ചണ്. നമുക്ക് ചായ ഉണ്ടാക്കാം. എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ അതിനുള്ള സ്റ്റൗവ് ഉണ്ടാവും. പിന്നെ വാഷ് ബേസ്, ഗ്ലാസ്, പ്ലേറ്റുകൾ, ഒരു ഫ്രിഡ്ജ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിനകത്ത് ചെറിയൊരു വേറൊരു ബാത്റൂമും കൂടി ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു ഹാള്. ഇതെല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്. ഇന്നിപ്പം ഞാനും വേറെ ആൾ മാത്രമേ മറ്റേ റൂമിലുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം രാവിലെ പോയിട്ടുണ്ട്. അപ്പം ഇതിവിടെ വലിയൊരു ഗ്ലാസ് ഉണ്ട് കണ്ടോ. ഇതങ്ങോട്ട് ഗ്ലാസിൻ്റെ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ വലിയ ലഗേജ് ഈ ഹോട്ടലിൽ തന്നെ വെക്കുകയാണ്. ചെറിയ ബാഗ് മാത്രമേ എൻ്റെ കയ്യിലെടുക്കുന്നുള്ളൂ. അപ്പോൾ ആ ബാഗേജ് അടുത്ത റൂമിലേക്ക് അവർ തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊണ്ടുപോയി വെച്ചോളും. ഞാനിപ്പം വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം തിരിച്ചു വരുമ്പോഴേക്ക് ആ റൂമും ഈ ലഗേജൊക്കെ അവിടെ കൊണ്ടുവച്ചോളും. ഇവിടെ പുറത്തേക്ക് ഇവിടെ വലിയ വൃത്തിയൊന്നുമില്ല കാണാൻ. അതിൻ്റെ മുകളിൽ കയറിയാൽ സിറ്റിയുടെ വ്യൂ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു രാത്രി. പക്ഷേ ഞാൻ നല്ല രാത്രി വന്നപ്പോഴേക്ക് നല്ല ക്ഷീണമായതുകൊണ്ട് ഞാനവിടെ കയറിയതൊന്നുമില്ല. അപ്പം ഈ റൂമിനോട് വിട പറഞ്ഞ് പോട്ടെ. പിന്നെ ഇവിടുത്തെ ഡോറിൻ്റെ ലോക്ക് ഉണ്ടോ? ഇങ്ങനെയാണ് ഇവിടുത്തെ റൂമിൻ്റെ ലോക്കുള്ളത്. യെസ്. സോ ഇത് ലിഫ്റ്റാണ്. പക്ഷേ ലിഫ്റ്റ് ഈ ഒരു ഫ്ലോറിലേക്ക് വരുന്നില്ല. നേരെ മറിച്ച് ഇതിൻ്റെ അടിയിൽ നേരെ അടിയിലുള്ള ഫ്ലോറുണ്ട്. അതിലേക്ക് ലിഫ്റ്റ് എത്തും. അപ്പോൾ നമ്മൾ ഒരു ഫ്ലോറ് സ്റ്റെപ്പ് വഴി ഇറങ്ങണം. സ്റ്റെപ്പ് വഴി ഇറങ്ങിയിട്ട് നമുക്കിവിടെ ലിഫ്റ്റ് കിട്ടും. ഇവിടെ ഇല്ല തോന്നുന്നു. അടിയിലേക്ക് നോക്കട്ടെ. ലിഫ്റ്റ് അടിയിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ലിഫ്റ്റ് പ്രസ് ചെയ്യുക. കണ്ടോ, ഇതാണ് ലിഫ്റ്റിനുള്ള സ്വിച്ച്. ലിഫ്റ്റ് വരട്ടെ. സോ നമ്മൾ ലിഫ്റ്റ് വന്നു കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ആക്കണം. ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ ചെറിയൊരു ലിഫ്റ്റ് കാണാൻ പറ്റും. എന്നിട്ട് ഈ ഡോറ് അടക്കണം. ഇതൊക്കെ മാനുവൽ ലോക്കൊക്കെ ഉള്ള ഡോറാട്ടോ ഇവിടുത്തെ ലിഫ്റ്റിൻ്റെ. പിന്നെ നമുക്കിത് വേണമെങ്കിൽ അടക്കാം, അല്ലെങ്കിൽ അടക്കാതിരിക്കാം. നമുക്ക് സേഫ്റ്റിക്ക് വേണമെങ്കിൽ അടക്കാം. പിന്നെ നമുക്ക് ചാവി വരുമ്പോൾ ഇതിനോടൊപ്പം ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഈ സാധനം ഇവിടെ വെക്കണം. അപ്പോൾ സ്കാനാവും. എന്നിട്ട് നമുക്ക് വേണ്ട ഫ്ലോർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സാധനം ഇല്ലാത്തവർക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചാവി ഇവർക്ക് ഇവിടെ കൗണ്ടറൊന്നുമില്ല. അപ്പം ഇവിടെ ഒരു അടിയിലൊരു ബോക്സ് ഉണ്ട്, അതിലിട്ട് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അടിയിലെത്തി. അപ്പോൾ നമ്മൾ റൂമിൻ്റെ ചാവി ഇതുണ്ടോ, ഇതിനുള്ളിൽ ഇട്ട് വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് എടുത്തോളും. ഓക്കെ. അപ്പോൾ നമ്മൾ റൂം ചെക്കൗട്ട് ചെയ്തു. ഇതാണ് കൗണ്ടർ. ഇനി ഇവിടുന്ന് യൂബർ ബുക്ക് ചെയ്തിട്ട് സയ്യിദ് ആയിഷ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോകണം. യൂബർ അല്ല, ഞാൻ ഇവിടുത്തെ ആപ്പ് ഉപയോഗിക്കണം. സലാഹുദ്ദീൻ കോട്ടയാണ് ഈ കാണുന്നത്. സലാഹുദ്ദീൻ അയ്യൂബി നിർമ്മാണം ആരംഭിച്ച് പിന്നീട് ബാക്കിയുള്ള രാജാക്കന്മാർ പൂർത്തീകരിച്ച കോട്ട. അവിടെ നമ്മളിതിന് മുന്നേ പോയിട്ടുണ്ട്. പക്ഷേ ഒരു സിയാറത്ത് അവിടെ മിസ്സായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ലക്സോറിലൊക്കെ പോയി തിരിച്ചു വന്നിട്ട് നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഉള്ളിൽ ഒരു സിയാറത്തുണ്ട്. സാരിയത്ത് ബിൻ ജബൽ എന്ന് പറഞ്ഞ സ്വഹാബി ഉണ്ടല്ലോ, റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പം വിളി കേട്ട സ്വഹാബിൻ്റെ മസാർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഉണ്ട്. അതിലൊക്കെ ബിൽഡിങ്ങുകളൊക്കെ നിരച്ചിടുക്കി എന്തൊക്കെ വികസനങ്ങൾ വരികയാണ്. റോഡോ പാലോ എന്തെങ്കിലുമൊക്കെ വരികയായിരിക്കും ഇതിൽ. നമ്മൾ പെട്ടെന്ന് ഇവിടെ മാറ്റം വരുന്നുണ്ട്. പല ബിൽഡിങ്ങുകളും പെട്ടെന്ന് തച്ചുടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സയ്യിദ് ആയിഷ പള്ളിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങി നിൽക്കണം. ഇവിടെ നമ്മളെ ലുക്മാൻ സഖാഫി ഉണ്ടല്ലോ, കരുവാരക്കുണ്ട് എഴുത്തുകാരൻ, അദ്ദേഹം ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊരു യാത്ര ഇന്ന് കുറച്ചു നേരം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി വന്നതാണ്. അപ്പം സയ്യിദ് ആയിഷ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ പ്രധാന ഒരു മാർക്കറ്റാണ്. അസ്സലാമു അലൈക്കും. അപ്പം കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ ഫ്രൂട്ട്സ് മാർക്കറ്റൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഇവിടെ കുറഞ്ഞ് കാലിയായിട്ടുണ്ട്. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് അവിടെ പോയ ഫ്രൂട്ട്സ് കടക്കാരെ ഫോട്ടോ എടുക്കണം പറഞ്ഞ് വിളിച്ച്. അപ്പം നമ്മളെ ലുക്മാൻ സാനെ കണ്ടെത്തി. നിങ്ങളിപ്പോൾ എത്ര ദിവസമായി ഇപ്പോൾ വന്നിട്ട്? ഒരു മാസം കഴിഞ്ഞല്ലേ. അപ്പോൾ ഗൈഡിങ് പരിപാടികളൊക്കെ ഉണ്ടല്ലേ അതിൻ്റെ ഇടയ്ക്ക്? കറയി പോകണല്ലേ? നമുക്ക് ഇനി എവിടെക്കൊന്ന് പോവാന്നാൽ എന്നാൽ പോവല്ലേ. ഭയങ്കര പക്ഷികളൊക്കെ കച്ചവടമാണ് കേട്ടോ. ഭയങ്കര മാർക്കറ്റല്ലേ. പക്ഷികൾ, കോഴികൾ, എല്ലാ ഐറ്റംസും ഉണ്ട്. എന്താ പട്ടിക്കുട്ടികളോ? പട്ടിക്കുട്ടികളത്
പൂച്ചക്കുട്ടികൾ ഇതൊക്കെ അവരെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരണമായിരിക്കും അല്ലേ? ആ ആ ആ അങ്ങോട്ടാ കയറണ്ടേ. ഒരു വലിയ മാർക്കറ്റ് കേട്ടോ, അതായിട്ട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ശരിക്കും. ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇതിലെ. ചെറിയ ബസ്സുകൾ ഉണ്ടാവില്ല അതിൽ, ലൈൻ ബസ് ഉണ്ട്. പൈസ കൂടുതലാ. നമ്മൾ ഗിസയിലേക്ക് ഇതിന് 5 രൂപ ആവുക ചെറിയ ബസ്സിന്. പിന്നെ ഇതാണ് പെട്ടെന്ന് എത്തുകയും ചെയ്യാം. ഇത് ഫുള്ളായാലും പിന്നെ അടിച്ചോട്ട് പോകും. ആ വണ്ടി ഇറങ്ങി ഇനി വേറെ വണ്ടിയിലേക്ക് കയറണേ, വേറെ സ്ഥലത്തേക്ക് പോകണ വണ്ടിയാണ്. ഭയങ്കര ടേസ്റ്റുള്ള ജ്യൂസാണ് കാണുമ്പോഴൊക്കെ. നമ്മൾ 2 വണ്ടി കയറി വേറൊരു വണ്ടീൻ്റെ സ്റ്റാൻഡിൽ വന്നതാണ്. ഇതൊക്കെ അറേബ്യൻ വണ്ടീൻ്റെ സ്റ്റാൻഡുകളാണ്. എത്ര വലിയ ഒരു പാലത്തിൻ്റെ അടിയാണില്ലേ അത്. എത്രമാനം വണ്ടി പല ഭാഗത്തേക്ക് പോയി. എങ്ങനെ നിങ്ങളിതൊക്കെ കണ്ടെത്തിയേ? ഞാനന്ന് പോകാൻ വേണ്ടിയിട്ട് അന്ന് കുറേ 1 മണിക്കൂറൊക്കെ ഗിസയിൽ പോകും, പിന്നെ വേറെ സ്ഥലത്ത് പോകും. ഇങ്ങനെ ഞങ്ങൾ ദക്ഷൂർ എന്ന് പറഞ്ഞൊരു വില്ലേജിലെത്തിട്ടോ. ഇതുണ്ടോ, അവിടുത്തെ ഒരു മാർക്കറ്റാണ് ഈ കാണുന്നത്. റോഡുകളും കാര്യങ്ങളും ഒരു വില്ലേജ് ലൈഫ് സ്റ്റൈൽ ഇവിടെ വന്നാൽ ഇങ്ങനെ കാണാൻ പറ്റും. ദൈവ കുതിരവണ്ടിയിൽ പുല്ല് കൊണ്ടുപോകണ കാഴ്ച, വണ്ടികൾ. അപ്പോൾ ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാണ്ട്. വേറെ എത്ര പൈസ ഉണ്ട് സ്ട്രോബെറിക്ക്? 70 രൂപ അല്ലേ? വാങ്ങണോ? പിന്നെ വാങ്ങല്ലേ. ഇതാണ് ഐഷ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? അയ്യോ, ഇത് ഐഷ് ഉണ്ടാക്കുന്ന ഒരു കടയാണ് കേട്ടോ. ഐഷ് ഉണ്ടാക്കുന്ന മെഷീന്. ആദ്യം എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറാണ്. അയ്യോ, അവിടെ വ്യത്യസ്തമായ ഭക്ഷണങ്ങളുണ്ട്. ഭയങ്കര സൗണ്ടാണ്. കൽക്കത്ത ബംഗ്ലാദേശ് ഒന്നാം തീയതിയുണ്ടോ? പിന്നെ വരും ഇവിടെ വില്ലേജ് ടൂർ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവിടെ ഇങ്ങനെ മറ്റേ ഒരുക്കിയ സ്ഥലങ്ങളുണ്ടാവും. എനിക്ക് ആദ്യമായിട്ടൊരു ഗസ്റ്റിനെ കിട്ടിയാൽ മതിയോ പഠിച്ചോനെ. ഫോട്ടോ അടുപ്പിച്ചിട്ട് നമുക്കൊരു സാധനം കഴിക്കാൻ അവർ ഗിഫ്റ്റായിട്ട് തന്ന്. നമ്മൾ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയേ. അവിടെ വില്ലേജിലൂടെയും പോയി കഴിക്കാം. ടൗണ് വിട്ടാൽ പിന്നെ മനുഷ്യന്മാർ പച്ച മനുഷ്യന്മാരാവില്ലേ. പിന്നെ അവർക്ക് വല്ലാതെ ചതികളൊന്നും അറിയില്ല. അപ്പോൾ നമ്മൾ വില്ലേജ് ഏരിയയിലൂടെ നടന്നു പോവുകയാണ്. ഇവർക്ക് എന്തൊരു അത്ഭുതമാണല്ലോ നമ്മളെ കണ്ടിട്ട്. ഇതുണ്ട്, കാറുകാരൊക്കെ നോക്കണതാണ്. അൽഹംദുലില്ലാ. ഇത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കൈറോന്ന് എത്ര ഇങ്ങോട്ട് വന്നു? കിലോമീറ്റർ 30 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നു അല്ലേ? അപ്പോഴാണ് ഈ ദക്ഷൂർ എന്ന് പറയുന്ന ഒരു വില്ലേജിൽ എത്തിയത്. ഇവിടെ നമുക്ക് ഉള്ളിലൂടെ പോയിട്ട് ഒരു സ്ഥലം വരെ പോകാണ്ട്. കഴുത വണ്ടിയാണ്. ഈ കുട്ടി ഇത് അടിച്ചോരുന്ന വീടിൻ്റെ മുന്നിലുള്ള ചപ്പിച്ചവറുകൾ ഒഴിവാക്കുകയാണ്. ഉമ്മാനെ സഹായിക്കുന്ന കുട്ടി. ഇവിടെ റോഡൊക്കെ മണ്ണിൻ്റെ റോഡാണ്, ടാറിട്ടതല്ല. എന്താ പള്ളിയാണെന്ന് തോന്നുന്നത്. ഈ വാനിൻ്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഒരു ഗ്രാമത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. അതാണ് ഈ കഴുതരാഗം എന്ന് പറയണമെങ്കിൽ. കഴുതരാഗാണ് കേട്ട്. അവിടെ ഒരു കഴുത ഉണ്ടോ? അയ്യോ, ശുക്രൻ. ഞങ്ങൾ ഭക്ഷണം പാർസൽ കൊടുന്നിരുന്നേ. അപ്പോൾ അതൊരു ബസ് സ്റ്റാൻഡ്, ഇത് വീടാ, ഒരു വീടിൻ്റെ തിണ്ടിൽ ഇരിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താ ചെയ്യാന്നൊക്കെ ഓരോരു പേപ്പർ തന്നു. സ്മൂത്ത് നബീല. അവിടെ ഈ കുട്ടികൾ നമുക്കൊരു ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഒരുക്കി തന്നു. നമ്മൾ സാൻഡ്വിച്ച്, ഇതൊരു പൊരി, ഇങ്ങനെ ഒരു പൊരി, പിന്നെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട്. ആകെ നമുക്ക് എത്ര ആയിട്ടുള്ളൂ? 48 ഗിനിയിലെ 75 രൂപയ്ക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് 2 ഉണ്ടല്ലേ? ഒരു മസാല. ഇതേതാ? പൊട്ടാറ്റോ ആണ്. ഇതൊരു ചിപ്സാണ്, നമ്മളെ ലേസിൻ്റെ ഒക്കെ പോലെയുള്ള ആ ഒരു ലെവലിലല്ലെങ്കിലും വേറെ സാധനം. ഇത് വേറെ ഒരു പൊരിയാണ്, ഫലാഫിലാണ് അതില്ലേ. സൂപ്പറാ. ഈ കാണുന്നൊക്കെ ഈത്തപ്പന മരമാണ് കേട്ടോ. ഇത് നല്ല ഹൈറ്റുള്ള ഈത്തപ്പന മരമാണ്. ഇവിടെ നിന്ന് ഈത്തപ്പഴം വാങ്ങും കേട്ടോ. ഇത് എഗ്ഗിൻ്റെ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ. വെജിറ്റബിളും
എഗ്ഗൊക്കെ ഇട്ടിട്ടുള്ളൊരു സാൻഡ്വിച്ച്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങി നമ്മൾ വേറെ സ്ഥലം വേണ്ടി പോവാണ്. ഒരാളുണ്ടോ? ഞങ്ങൾ ആ ഭക്ഷണം കഴിച്ചൊരു വീടുണ്ടല്ലോ, പാവപ്പെട്ട കുട്ടികൾ കേട്ടോ, ഒരു പെൺകുട്ടി, ഒരു ചെറിയ കുട്ടി. നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് ഐറ്റംസ് കൊടുത്ത് പിന്നെ പോരുന്ന സമയത്ത് കുറച്ച് പൈസയും കൊടുത്തു. പച്ച പാവങ്ങൾ അങ്ങനെ ഉള്ള ഏരിയയിൽ നിന്ന് നമുക്ക് ഇഷ്ടംപോലെ പാവപ്പെട്ട ആളുകളെ, ദാരിദ്ര്യമുള്ള ആളുകളൊക്കെ എല്ലാ രാജ്യത്തും ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു പിരമിഡ് കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഒരാൾക്ക് 200 പൗണ്ട്, ഇവിടെ അസർ പഠിക്കുന്ന കുട്ടികൾക്ക് 100 പൗണ്ട്. അങ്ങനെ ടിക്കറ്റ് ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടേ കിട്ടുള്ളൂ. അങ്ങനെ ക്രെഡിറ്റ് കാർഡ് വെച്ച് ടിക്കറ്റ് എടുത്ത് ഞങ്ങളിവിടെ ഒരു വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. 2 കിലോമീറ്റർ നടക്കാണ്ട് ആ പിരമിഡിൻ്റെ അടുത്തേക്ക്. വലിയ പിരമിഡ്, കുഫു പിരമിഡ് അല്ല, അല്ലാതൊരു പിരമിഡ് ഉണ്ട്, അത് കാണാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ വണ്ടി വല്ലാതെ വെയിറ്റ് ചെയ്തില്ല, ഞങ്ങളിങ്ങനെ നടന്ന് പോവാണ്. നല്ല വെയിലുണ്ട്, പക്ഷേ ഇപ്പം പൊതുവേ കാലാവസ്ഥ തണുപ്പുള്ളതുകൊണ്ട് വെയിലിൻ്റെ ചൂടിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന കാറ്റുണ്ട്. ഇപ്പം ശരിക്കും മരുഭൂമി പോലെയുള്ള, മരുഭൂമി തന്നെയാണില്ലത്, മരുഭൂമിയിലേക്ക് എത്തി നമ്മൾ നടന്ന്. ഇതുണ്ട് അവിടെയൊക്കെ കുന്നും മലയുണ്ട്, കുറച്ചധികം നടക്കാണ്ട്. എന്തെങ്കിലും വണ്ടി കിട്ടിയാൽ മാഷാ അല്ലാഹ് വണ്ടി കിട്ടിയിരിക്കുന്നു. അൽഹംദുലില്ലാ, ശുക്രാൻ. അപ്പോൾ ഒരു വണ്ടി കിട്ടി, പോട്ടെ. 2 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം വണ്ടി ടാക്സി വിളിക്കാൻ നല്ല പൈസ ആവും. ഞങ്ങളങ്ങനെ ഏതെങ്കിലും വണ്ടി കിട്ടുകയാണെങ്കിൽ പോയിരുതീട്ടാ. ഇസ്മക്ക് പറഞ്ഞാൽ ഇവിടെ ജോലി ചെയ്യാണ് കേട്ടോ, ഷുഹൈലി. അപ്പം നമുക്ക് ആ പിരമിഡിൻ്റെ ചെറിയ ഭാഗം ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. റോഡ് വളരെ മോശപ്പെട്ട റോഡാണ്, പരന്ന് കിടക്കുന്ന മരുഭൂമിയാണ് കേട്ടോ. അതിൻ്റെ സൈഡിലായിട്ടാണ് ഈ ഒരു പിരമിഡ് എന്നുള്ളത്. അല്ല, ഇതാണ് പറയപ്പെട്ട പിരമിഡ്. ഞാൻ കളറുണ്ടോ? ഉണ്ടല്ലേ, അതിൻ്റെ അടുത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട്. ശുക്രാൻ. ഇവർ നമ്മൾ കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോഴും പല ട്രിപ്പ് എന്നപ്പോൾ ശുക്രം പറഞ്ഞപ്പോൾ നവർത്തോ അല്ലേ, നമ്മൾ പ്രകാശം പരത്തി നമ്മളിവിടെ ആക്കാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ. അതിൽ ശരിക്കും വാക്കി ടോക്കി ഉണ്ട്, ഇവിടെ ഉദ്യോഗസ്ഥനാന്ന് തോന്നുന്നു. നവർത്തോ എന്ന് പറയും. അതായത് നിങ്ങൾ പ്രകാശം പരത്തി ഇവിടെ വന്നിട്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ പറയാണ്. അപ്പം നമ്മൾ ആ പിരമിഡ് കയറാനായിട്ടോ, നമ്മൾ അവിടെയാണ് വന്ന് വണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഇനി പിരമിഡിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. ഈ പിരമിഡിൻ്റെ വീതി നോക്ക്, ഇവിടെ ഒന്നും അതിൻ്റെ കല്ലിൻ്റെ സ്ട്രക്ചർ ഇല്ല. ഇതിൻ്റെ മുകളിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ, അടി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ടാണ് കല്ലിൻ്റെ സ്ട്രക്ചർ. അതന്നെ നമ്മളെ ഗിസയിലുള്ള പിരമിഡ് പോലെയുള്ള, അത് ഗിസയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ ഇപ്പുറം വന്നിട്ടൊരു പിരമിഡാണ് ഈ കാണുന്നത്. ഇങ്ങനെ വളഞ്ഞ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകേണ്ടത്. 2600 BC നിർമ്മിച്ച ഒരു പിരമിഡാണ് ഈ കാണുന്നത്. പിരമിഡിൻ്റെ ആദ്യത്തെ രൂപം എന്ന് പറയാം. അത്യാവശ്യം നല്ല സ്റ്റെപ്പ് കയറിയിട്ട് ടൂറിസ്റ്റൊക്കെ വരുന്ന ഏരിയ തന്നെ കണ്ടോ. അവിടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ കണ്ടോ. പിന്നെ വണ്ടി, ഇവിടെ ഒരു വാനുണ്ട്. അപ്പം ഇത് എല്ലാവരും വരാറില്ല, പക്ഷേ ഈജിപ്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ച് ഇതിൻ്റെ ആദ്യത്തെ രൂപം കാണാൻ വേണ്ടിയിട്ട് വരുന്നൊരു പിരമിഡാണ്. ഇതിന് റെഡ് പിരമിഡ് എന്ന പേരാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കളറ് ആ ഒരു റെഡ് പിരമിഡിൻ്റെ രൂപത്തിൽ ഉള്ളൊരു കളറാണെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ കാണുമ്പം നമുക്ക് റെഡായിട്ടും തോന്നുന്നില്ല, മറ്റ് പിരമിഡിനേക്കാളും ഒരു കളർ ഡിഫറൻസ് ഉണ്ട് ഇതിന്. ഇവിടുന്ന് അങ്ങോട്ട് കുത്തനെ കയറ്റമുള്ള സ്റ്റെപ്പ് കയറണം. ഇതുണ്ടോ, സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ ഏറ്റവും മുകളിലെത്തുക. ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ അന്നത്തെ വിഗ്രഹാരാധന നടത്തുന്നവർ നിർമ്മിച്ച പിരമിഡാണ് ഈ ഒരു പിരമിഡ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ അങ്ങനെ കാണാം. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുകയും പിന്നീട് അതിൽ ശേഷിച്ച മക്കളിൽ ചിലർ ഇവിടെ മിസ്രിൽ താമസിക്കുകയും അവർ കുടുംബങ്ങളും കുട്ടികളുമായി വിശാലമായ വലിയ ജനക്കൂട്ടമാവുകയും അതിൽപ്പെട്ട ഒരു കൂട്ടമാണ് ഈ ഖിബ്തികളായി പിന്നീട് രൂപപ്പെട്ടത് എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അങ്ങനെ ഏറ്റവും ആദ്യഘട്ടത്തിലുള്ള ഖിബ്തികൾ ഹൂദ് നബി അലൈഹി സ്വലാം ജീവിച്ചിരുന്ന സമയത്ത് വിഗ്രഹാരാധന നടത്തിയവർ ആയിരുന്നു ഈ ഒരു പിരമിഡ് നിർമ്മിച്ചതെന്ന് കാണാൻ കഴിയുന്നുണ്ട്. നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സന്താന പരമ്പരയിൽ കുറേ തലമുറകൾ കഴിഞ്ഞപ്പോൾ പിന്നീട് വിശ്വാസം വ്യതിചലിക്കുകയും അവരിൽ നിന്ന് ഖിബ്തികളായി രൂപപ്പെടുകയും ഒക്കെയാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിന് ഏറ്റവും വിശ്വാസ്യമായ വിവരണങ്ങൾ അല്ലാഹു ആലം. ഏതായാലും അത്തരം ഒരു പഴക്കം ചെന്ന പിരമിഡിലേക്കാണ് നമ്മളിപ്പം കയറി ചെല്ലുന്നത്. اسمك؟ أنا؟ ها؟ علي. اسمك ايه؟ أحمد. ما شاء الله. أحمد سمير. شفت الله جبنا. ഒരാളും കൂടി ഉണ്ട്. അൽഹംദുലില്ലാ. الحمد لله. അൽഹംദുലില്ലാ. يا بهات. ഇതുണ്ടോ, ഞാനിപ്പം ഏറ്റവും ടോപ്പിലെത്തിയില്ല. ഈ പിരമിഡിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ളൊരു കവാടമുണ്ട്. ആ കവാടത്ത് കയറുന്നതിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അതിൻ്റെ അവിടുന്ന് അടിയിലേക്ക് നോക്കുമ്പോൾ കാഴ്ചയാണ്. ഇപ്പം ഇത്ര ഹൈറ്റ് ഉണ്ട്. ഇവിടെ സ്റ്റെപ്പ് കല്ലിങ്ങനെ പ്രത്യക്ഷത്തിൽ എല്ലാ ഭാഗത്തും കാണുന്നില്ല, ഒരു വൃത്തിയിൽ കാണുന്നില്ല, കല്ലുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കല്ലുകൾ കാണുന്നുണ്ട്, സ്റ്റെപ്പായിട്ട്. കണ്ടോ, ഇതൊക്കെ ഈ ഒരു പിരമിഡിൻ്റെ കല്ലാണ്. അതിൻ്റെ ഒരു ഷേപ്പ് മാറിയിട്ടുണ്ട്. കാരണം ഇത്രയും കാലം 2600 BC പിരമിഡാണിത്. അപ്പോൾ ഇതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. ഇതൊക്കെ വലിയ കല്ലുകളാണ്. ഉണ്ടോ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്.
ഷുവാ തല ശ്രദ്ധിക്കാനാണ് പറയണത്. ഇനി പിരമിഡിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. ടിക്കറ്റ് എടുത്തൊരു പെണ്ണ് വന്ന് തിരിച്ചു പോയി ഇത് കാണാൻ പേടിയാറുണ്ട്. അപ്പം നമ്മൾ കുമ്പിട്ട് പോണതില്ലേ. അല്ലോ തല ശ്രദ്ധിച്ചു പോകണം. അത്രയും ഇരുന്നേ പോകാൻ കഴിയുള്ളൂ കേട്ടോ. ദുഷ്കരമായൊരു യാത്രയാണ് ഈ പോകുന്നത്. ഗിസ പിരമിഡ് ഇല്ലാറായിട്ടുണ്ട് പോകാൻ. ചെറിയൊരു ഏരിയ മാത്രമേ അത്രേ ഉള്ളൂ. പോണല്ലേ 100 മീറ്റർ പോകണല്ലേ. പോണോ കുമ്പിട്ട് ഇടയ്ക്കൊരു ലൈറ്റ് ഉണ്ട്. അല്ലാ ഇതെന്താ വെച്ചാലേ ഇതിൽ പോകാനും വരാനും ഒരേ വഴിയാണ്. അപ്പോൾ ഇടയ്ക്ക് ആളുകൾ കയറുമ്പോൾ സൈഡ് കൊടുക്കണം. ചെറിയ കുട്ടികളെ ഒരാക്കല്ലേ. ഇല്ല കുറച്ചൊരു ഹൈറ്റുള്ള സ്ഥലത്തെത്തി. കുമ്പിട്ടാൽ മതി. തിരുന്നത് വരെ വന്നി. ഇപ്പോഴൊന്ന് നിൽക്കാൻ പറ്റി. ഇപ്പം ഇതാണ് ഇത്രയും നടന്നു വരുമ്പം കാണുന്ന പിരമിഡിൻ്റെ ഉള്ളിലെ ഭാഗം. ഇത് കണ്ടോ, എന്തോ ഹൈറ്റ്, എന്തൊരു സ്ട്രക്ചറിലാണ് ഒരു മനുഷ്യനെ മറമാടാനുണ്ടാക്കിയ അറയാണ് ഈ കാണുന്നത്. പക്ഷേ ഇതിന് മറ്റൊരു അറയും കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മൾ വരുന്ന ഭാഗത്തുള്ള ഒരു ഏരിയയാണ്. നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മളെ ഇത് കാണുമ്പോൾ നമ്മുടെ ക്ഷീണമൊക്കെ മാറും. കാരണം പുറത്ത് നമ്മൾ പൊട്ടിപ്പൊളിഞ്ഞ കല്ലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് കിണറിലേക്ക് ഇറക്കിയ റിങ്ങിനെ പോലെ മുകളിലേക്ക് ഇതിൻ്റെ മുകൾ ഭാഗമാണ് കാണുന്നത്. അറ്റം കൂർത്ത രൂപത്തിലാണ് കാണുന്നത്. ഇനി അടുത്തൊരു അറയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അറവിൽ വന്നപ്പോഴാണ് മറ്റൊരു സത്യം മനസ്സിലാക്കിയത്. ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും കയറാൻ പറ്റും. അയ്യോ, ഇപ്പം നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് അടുത്ത മുകളിലേക്ക് പോവാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലെത്തുമ്പം എന്തോ ഒരു പഴയ സാധനം കിട്ടുമ്പോഴുള്ളൊരു വാസന അല്ലേ, അതിൻ്റെ ഒരു വാസന ഉണ്ട്. ഒരു മനുഷ്യനെ മറമാടാൻ നിർമ്മിച്ച സാധനത്തിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകണം കേട്ടോ. ഒരു രാജാവിനെ എത്ര വർഷം മുന്നേ ഇതൊരു പണി കഴിച്ചിട്ടുണ്ടാവും. ഇതുണ്ടോ, ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ്. ഇത് പിന്നെ മരത്തിൻ്റെ സ്റ്റെപ്പാണ് ഉണ്ടാക്കും. പക്ഷേ എനിക്ക് തോന്നി ഇത് ഭയങ്കര ഒരു പിരമിഡാണ് കേട്ടോ. അയ്യോ, ഇങ്ങനൊരു അറയും ഉണ്ട് കേട്ടോ അവിടെ. ഗിസ പിരമിഡിനേക്കാളിലും അട്രാക്റ്റീവായി ഇത് തോന്നി. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി വരുമ്പം കാണുന്ന കാഴ്ചയാണ് ഇത്. കണ്ടോ, ഒരു ഗർത്തം ഇവിടെ ഉണ്ട്. മിക്കവാറും ഇതിനകത്തായിരിക്കും അന്നത്തെ ഫറോവയെ അടക്കിയിരുന്നത്. പിന്നെ ഈ സ്റ്റെപ്പ് കയറി വന്ന് അതിൻ്റെ മുകളിലേക്ക് പിന്നെയും ഇത്ര ഹൈറ്റിലുണ്ട്, നല്ല സ്റ്റെപ്പൊക്കെ. പക്ഷേ പുറത്ത് ഇതിൻ്റെ കാഴ്ച കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ഡിസൈൻ ഉണ്ടെന്ന് തോന്നില്ല. കുറേ പൊളിഞ്ഞാണല്ലോ. പക്ഷേ ഇത് ഭയങ്കര കല്ലുകൊണ്ട് ഉണ്ടാക്കിയത്. ഒരു മാറ്റം ഇതിനുണ്ടായില്ല. ഈജിപ്തിൽ വരുമ്പോൾ എല്ലാവരും കാണുന്ന പിരമിഡാണ് ഗിസ പിരമിഡ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയതിനേക്കാളിലും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതിനുള്ളിൽ കയറുമ്പോൾ കിട്ടുന്നത്. തിരിച്ചു പോകണേ. അയ്യോ, ഞങ്ങളിവിടെ അടിയിൽ ഇറങ്ങി. ഇനി തിരിച്ചു പോട്ടെ. ഇത് കണ്ടോ, ഇത് മൊത്തം കയറണം. ഇത് എത്ര മീറ്റർ ഉണ്ടാവും? 150 100 120 മീറ്റർ ഉണ്ടാവും. എൻ്റെ പൊന്നോ, കുമ്പിട്ടാ പോകണം കേട്ടോ. നീ കണ്ടില്ലേ, കാണിച്ചാ തിരിച്ചു വന്ന പോലെ തന്നെ ഇത്ര കുമ്പിട്ടാ പോണേ. എൻ്റെ പൊന്നോ, സൂപ്പറാ. ഒരു കാര്യം ഷുവറാണ് മക്കളെ, ഇത്ര എക്സ്പീരിയൻസ് മറ്റേ ഗിസ പിരമിഡിൽ എല്ലാവരും വരുന്ന പിരമിഡിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറങ്ങുമ്പോഴും കയറുമ്പോഴും എൻ്റെ അമ്മോ. ഇവിടെ വന്ന് ഞാനൊരു 10 മിനിറ്റ് ഇരുന്നിട്ടാണ് എനിക്ക് ശരിക്കും ഒന്ന് ശ്വാസം വീണത്. വൺ ടൈം എക്സ്പീരിയൻസ്. ഇതൊക്കെ ചില്ലറാക്കി ചോദിക്കേണ്ടത്. ഡോളറിന് ചില്ലറ ഉണ്ടോ? ചിലപ്പോൾ ഡോളറിന് അവർക്ക് ഈജിപ്ഷ്യൻ പൗണ്ടായി കൊടുക്കണം. അപ്പോൾ അവർക്ക് ടിപ്പ് കിട്ടുന്നുണ്ടാവും $10 $20 ഒക്കെ. അപ്പോൾ അതവർക്ക് ഈജിപ്ഷ്യൻ കറൻസി ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ചില്ലറ ഉണ്ടോ എന്ന് ചോദിക്കണം. വേറെ എക്സ്പീരിയൻസ് ആണ് മക്കളെ. അല്ലോ, ആ കാണുന്നതാണ് സക്കാറ പിരമിഡ്. നേരെ കാണുന്നത് അത് നമ്മൾ കഴിഞ്ഞ യാത്രയിൽ വന്നപ്പോൾ പോയിട്ടുണ്ട്. സക്കാറ പിരമിഡ് ആ ദൂരെ കാണുന്നത്. അതും പുരാതനമായ പിരമിഡുകളിലൊന്നാണ്. ഒന്നല്ല, അവിടെ ഒരുപാട് പിരമിഡ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഈ പിരമിഡിൻ്റെ അത് കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. പക്ഷേ മക്കളെ, പരിപ്പൂരി അത്രയും റിസ്ക് ഏരിയ. പോയോലൊക്കെ
ഇയാളൊക്കെ പോയി കണ്ട് പുറത്ത് വന്നപ്പോൾ ഒരു കിതച്ചിക്കണേ ഈ റെഡ് ഷർട്ട്. ഇതിലൊരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഇതിൻ്റെ മുകളിലൂടെ. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഏതെങ്കിലും വണ്ടി കിട്ടണം. 3 കിലോമീറ്റർ പോകണ്ട നമുക്ക്. അവിടെ നിന്നാണ് പിന്നെ നമ്മൾ നേരത്തെ വന്ന അറബി വണ്ടി കിട്ടുക. ആ വില്ലേജ് കിട്ടുള്ളൂ. ഏതെങ്കിലുമൊക്കെ വണ്ടി കിട്ടണം. വണ്ടി നിർത്തുമോ? 2 വണ്ടി നിർത്തിയില്ല. ഈ കാണുന്നത് ഒഴിഞ്ഞ മരുഭൂമിയാണ് കേട്ടോ. പിരമിഡിൻ്റെ ബാക്കി പത്രങ്ങളായ ഒരുപാട് കല്ലുകൾ കാണാനുണ്ട്. നമ്മളിപ്പം കയറിയ പിരമിഡാണ് ആ കാണുന്നത്. ഒഴിഞ്ഞ മരുഭൂമി, ഒഴിഞ്ഞ റോഡ്. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടക്കുകയാണ്. നമുക്കൊരു 3 കിലോമീറ്ററൊക്കെ പോകാനുണ്ട്. ശക്തമായ വെയിലുണ്ടെങ്കിലും തണുപ്പ് കാറ്റടിക്കണോണ്ടാണ് ഇത് നടക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ കാലാവസ്ഥ ഇവിടെ പെട്ടെന്ന് മാറും. പക്ഷേ ഞാനിപ്പം വന്ന കാലാവസ്ഥ ഇപ്പം 3 ദിവസമായിട്ട് പെർഫെക്റ്റാണ്. കാരണം വിയർപ്പില്ല. അധികമായി രാത്രി പുതച്ചും കൂടി കിടന്നാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമില്ല. രാത്രി കുറച്ച് തണുപ്പ് അനുഭവപ്പെടുന്നുള്ളൂ. ഏതോ മരുഭൂമിയിൽ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. ശരിക്കും ഇവിടെ നിന്ന് ടൂറിസ്റ്റായി വരുമ്പോൾ ടീമായിട്ടാണല്ലേ വരിക, വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞങ്ങളിപ്പോൾ ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വരാൻ ഒരു 1 വേ നാട്ടിലൊരു 1000 രൂപ ടാക്സി വിളിക്കാൻ അതിലേറാവും. ആളൊക്കെയാണ്. പിന്നെ ഇടയ്ക്ക് വേറെ ചില സംഗതികളുണ്ടായി. ഞങ്ങൾ ബൈക്ക് വരുമ്പം എൻ്റെ മൈക്ക് ചാടിപ്പോയി. കുറച്ചെടുത്തിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഞങ്ങൾ തിരിച്ച് ആ ബൈക്കാരനെ കൊണ്ട് തന്നെ കൊണ്ടുവന്നു. പക്ഷേ ഫസ്റ്റ് ടൈമിൽ കണ്ടില്ല. എൻ്റെ ഇടയ്ക്ക് 2 ലോറി അങ്ങോട്ടും പോവുകയും ചെയ്ത്. പിന്നെ നേരത്തെ വീഡിയോ എടുത്തപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ബൈക്കിൽ നിന്ന് ചാടിയതാണെന്ന് വീഡിയോ ഒന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് ബൈക്കാരനെ തിരിച്ചിട്ടു. പിന്നെ ഞങ്ങളങ്ങനെ തിരഞ്ഞപ്പോൾ കിട്ടി. 2 ലോറി അങ്ങോട്ടൊന്നും പോയി. അത് കയറി പൊട്ടുപോകുന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ആയില്ല. അൽഹംദുലില്ലാ മൈക്ക് കിട്ടി. മൈക്ക് പോയി 28 രൂപ മൊത്തം പോയി. എന്തായാലും ബൈക്ക് കിട്ടി. ആ ബൈക്കാരനെ ഞങ്ങൾ നേരത്തെ തിരിച്ചിട്ടു. പിന്നെ ഞങ്ങൾക്കൊരു മഹീന്ദ്ര സ്കോർപ്പിയോ കിട്ടി. അപ്പോൾ ഞങ്ങൾ ഇന്ത്യക്കാരനാന്ന് പറഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഈ വണ്ടി ഇന്ത്യത്തെ വണ്ടിയാണ്. അപ്പം ഞാനിവിടെ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറിയാണ്. നമ്മളെ നാട്ടിലെ പള്ളിയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിലുള്ളൊരു പള്ളിയാണ് ഈ ഒരു കൈറോയിലെ 30 കിലോമീറ്റർ ഉള്ളിലുള്ള ഈ ഒരു ഗ്രാമത്തിലെ പള്ളി. ഇത് കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഈ പള്ളി. ഇതിൻ്റെ കിബില ഉണ്ടോ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ് ബിൽഡിങ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ കിബില ഇങ്ങോട്ട് ചെരിഞ്ഞിട്ടാണ്. പക്ഷേ കണ്ടാലും നമ്മുടെ നാട്ടിലൊരു പള്ളി പോലെ തന്നെ തോന്നും. ഡിസൈനിലൊന്നും വലിയ വ്യത്യാസമല്ല, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഈ മോൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞങ്ങൾ എവിടെ പള്ളിയെന്ന് ചോദിച്ചാണ്. അവസാനം ഞങ്ങളോടൊപ്പം പള്ളിയിലേക്ക് വന്ന് കാണിച്ചെന്ന് ഞങ്ങളോടൊപ്പം നിസ്കരിച്ച് പരിചയപ്പെട്ട്. പേര് പറയും ഇസ്മിൽ. ഒരു ചെറിയ ബസ്. നിസ്കാരമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇറങ്ങിയതാണ് പുറത്തെ. ഇവിടെ ഭയങ്കര പൊടിയാണ്, ഭയങ്കര കണ്ടോ. ഈ സമയത്താണ് ഇങ്ങനെ വില്ലേജ് വിസിറ്റൊക്കെ ഏറ്റവും ബെസ്റ്റ് ടൈം. ഇതെങ്ങാനും ചൂടത്താണ് ഉണ്ടല്ലോ പറയേണ്ടി വരില്ല. അപ്പോൾ നല്ല ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. എല്ലാ കാര്യങ്ങളിലും ഒരു നല്ല രൂപത്തിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇതല്ലേ നിങ്ങൾ പറഞ്ഞ് നെയിൽ നദി തിരിച്ചിട്ട ഈ വെള്ളം നെയിൽ നദിയിൽ നിന്ന് വരുന്നതാണ് കേട്ടോ. ഇവിടത്തൊക്കെ വേസ്റ്റ് ഉണ്ടോ എന്താണ്, ഫുൾ ഓഫ് വേസ്റ്റ്. ഇവൻ ഞങ്ങളോടൊപ്പം ഇങ്ങനെ വില്ലേജ് കാണാൻ വേണ്ടി വീണ്ടും ഞങ്ങളൊപ്പം വന്ന്. വലൈക്കും അസ്സലാം. ആ എൻ്റെ പൊന്നോ, ഇതിൽ നല്ല വെള്ളമുണ്ട്. ഈ ഭാഗത്തുണ്ടോ മൊത്തം വേസ്റ്റ്, ടോട്ടലി വേസ്റ്റാണ്. ഈ ഭാഗത്ത് വെള്ളമല്ലല്ലോ. അപ്പോൾ വെള്ളം എവിടെ നിന്ന് വരുന്നേ? അടിയുടെ വരുന്നുണ്ടല്ലേ. ആ വെള്ളത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ ഈ വേസ്റ്റ് അല്ലേ. അവിടെ വെള്ളം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു ഈത്തപ്പഴത്തോട്ടത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ അല്ലേ. നല്ല വലിയ ഈത്തപ്പന മരം. അതിൻ്റെ ഇവിടെ അല്ലേ ദക്ഷർ. ഈ ദക്ഷർ എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഏറ്റവും കൂടുതൽ ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതുണ്ടോ ഇവിടെ ഈടെ മടൽ വെട്ടിയിട്ട് കീറി ഉണ്ടാക്കണുണ്ടോ. അയ്യോ വീഡിയോ എടുക്കണ്ടെന്നാണ് പറയണേ. പക്ഷേ നല്ല ജോലിയിലാട്ടോ. എന്തേ دي الشغل ايوه لهذا ده ها بنربط به شبت وبقدونس الخضار ما شاء الله. ما اسمك يا حبيبي؟ അപ്പോൾ ഇവർ ഇതുണ്ടാക്കണ എന്തിനാ വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു പട്ടൻ്റെ കാലുണ്ടല്ലോ, ആ കൊമ്പ് അതെടുത്തിട്ട് അവർ ചെറിയ കൃഷിസ്ഥലത്തൊക്കെ വീടുകൾ ഉണ്ടാക്കും. ഈ കൃഷിസ്ഥലം സൂക്ഷിക്കാൻ അവിടെ ഗാർഡിന് വെക്കാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയ വീടുകൾ ഉണ്ടാക്കുക. അങ്ങനെ ആവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കവുങ്ങ് വെട്ടിയാണ്ടുള്ള ഉപയോഗം പോലെ തൂണുണ്ടാക്കാനും ചെറിയ പിന്നെ വീടുകൾ ഉണ്ടാക്കാനൊക്കെയാണ് ഇതെടുക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു ഈത്തപ്പന മരത്തിൽ നിന്ന് ഏകദേശം വെട്ടിയെടുത്ത സാധനമാണ്. കണ്ടോ, ഇത് വലിയൊരു കൃഷിസ്ഥലമാണ്. ഇത് എന്തോ ഒരു
ഈ ഇലയാണ്. المعيز لا عندكم مثلا دجاجة أو حاجة ഇതെന്തിനാ വെച്ചാൽ ഇത് ഇവിടുത്തെ ആടുകൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സാധനമാണ്. ഇവിടുത്തെ മൃഗങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്നത്. ഈ ഒരു ഈത്തപ്പനത്തോട്ടത്തിൻ്റെ ഇടയിൽ, ഈ ഈത്തപ്പഴത്തോട്ടത്തിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട കഴുത വണ്ടി ഇല്ലേ, കഴുത വണ്ടി, ഇതിലാണിപ്പം ആ ഒരു കുടുംബം ഇവിടെ കൃഷിസ്ഥലത്തേക്ക് വന്നത്. ഇമാ സ്വല്ലല്ലാഹു അലൈഹി റസൂലില്ല മുഹമ്മദ് റസൂലുള്ളാഹ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഒരു കഴുതയുടെ വണ്ടിയാണ്. ഇതിലാണ് ആ ഫാമിലി വന്നത് ഓരോ കൃഷി സ്ഥലത്ത്. ഇവിടെ വേറെ വണ്ടിയുണ്ട്. നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഇതുപോലെ കഴുതയുടെ വണ്ടികൾ കണ്ടിരുന്നു കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോകണേ. ഇത് ഇവരുടെ കൃഷിയുടെ ഒരു ഭാഗമാണ്, അവരുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമാണ് ഈ ഒരു കഴുത വണ്ടി എന്നുള്ളത്. ഇപ്പം അപ്പുറത്ത് കാണുന്ന ഒരു ഫാമിലി ഉണ്ടല്ലോ, അവരവരുടെ കൃഷി സ്ഥലത്തേക്ക് വന്ന വണ്ടിയാണ് ഇപ്പോൾ ഈ കഴുത വണ്ടി. അസ്സലാമു അലൈക്കും. അദ്ദേഹം പുല്ലൊക്കെ പറിച്ച് കൊണ്ടുപോകണം. നമ്മൾ നേരത്തെ കണ്ട പുല്ലാണിത്. അസ്സലാമു അലൈക്കും. ഇത് ബക്കരി ഇത് ആടുകൾക്ക് കൊടുക്കാനുള്ള പുല്ലാണ് കേട്ടോ. ഇതിങ്ങനെ പറിച്ചിട്ട് ഇവർ കൊണ്ടുപോകും. അതുകൊണ്ട് അവിടെ സ്ത്രീ ആ വണ്ടിയിൽ ഇടുന്നുണ്ടോ. അങ്ങനെ ഇവർ അതിനു വേണ്ടി കൃഷി ചെയ്യണതാണ്. ഇത് ചൂട് കായാണ്. അസ്സലാമു അലൈക്കും. ചൂട് കായാണ്. അല്ല അതിനാണ് ഷായ് ഉണ്ടോ, ചായ ഉണ്ടാക്കുകയാണല്ലേ. അല്ലോ, ചായ ഉണ്ട്, ഹുക്കുണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്തുനിന്ന് പോവാണ് കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്കിവിടെ. ഒരുപാട് നേരം ഇവിടെ കണ്ട് വെള്ളം കൊണ്ടുപോകണുണ്ടോ. ഇത് കുതിരയാണ് കേട്ടോ. കുതിര വണ്ടിയിലാണ് വെള്ളം കൊണ്ടുപോകണേ. ശുദ്ധജലം കൊണ്ടുപോവാണ്. ചെറിയ ചെക്കനാണ് ഓടിക്കുന്ന വണ്ടി. എന്താല്ലേ സ്മോക്കി മുഹമ്മദ് മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് മോയാ ലിൽ ബൈത്ത് ഇലൽ ബൈത്ത്. لا برية برضه كل جمعة بفرق التانك. ഇവിടെ ഈ കൃഷിത്തോട്ടത്തിൽ മരുന്നടിക്കാണ് കേട്ടോ. ഇവിടെ എന്തോ കൃഷി ചെയ്തതാണ്, അതിൽ മരുന്നടിക്കുകയാണ്. മരുന്നടിക്കാതെ ഇപ്പോൾ എവിടെയും കൃഷി ഉണ്ടാവില്ല കേട്ടോ. അവിടെ നിറയെ കൊക്കുകളാണ്, പാടത്ത് നിറയെ കൊക്കുകൾ. അയ്യോ, ഒരു ഗ്രാമീണ കാഴ്ച. ഇവിടെ ഒരു കഴുതനെ കെട്ടിയിട്ടുള്ളത്. പിന്നെ ഉണ്ടോ ഇവിടുത്തെ വീടുകളുണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്ത് യാതൊരു ഡിസൈനും ഉണ്ടാവില്ല, ഔട്ട് സൈഡിൽ യാതൊരു ഡിസൈനും ഉണ്ടാവില്ല. പക്ഷേ ഉള്ളിൽ അവർ ഫുള്ള് ഡെക്കറേറ്റഡ് സാധനങ്ങളായിരിക്കും ഉണ്ടാവുക. പുറം ഇങ്ങനെ ചുമരുകൾ മാത്രം, ഇഷ്ടിക, തേക്കും കൂടി ഇല്ല. ചിലത് തേക്കും. ഇതുണ്ടോ, എന്നാലും വൃത്തിയുണ്ട് കാണാൻ കേട്ടോ. ഒരേ ഡിസൈനൊന്നും ഇല്ലാത്ത ചുമരാണ് ഉണ്ടാവുക. ഈ വേസ്റ്റ് കൂമ്പാരത്തിനിടയിലൂടെയാണ് ഞാൻ നടക്കുന്നത്. യാ ഹബീബി യാ മുഹമ്മദ്. അങ്ങനെ നമ്മൾ ഈ ദുഖ്ഷൂർ എന്ന വില്ലേജിൽ നിന്ന്, ഈ ടൗണിൽ നിന്ന് നമ്മൾ വല്ല യാത്ര ആവുകയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരമായിട്ടുണ്ട്. നേരെ കൈറോയിലേക്ക് അറബിയ വണ്ടി അടിച്ചിട്ട് പോവാം. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ. ഹിന്ദ് ഹിന്ദ് ലിസിയാറ زيارة قرية فتافيت يشكرون. അൽഹംദുലില്ലാ. അങ്ങനെ ഞാനിപ്പം റൂമിലെത്തിയിട്ടോ. ഇന്ന് വലിയ നല്ല രസമുള്ള ദിവസമായിരുന്നു. ഗ്രാമങ്ങളിലൂടെ പോയി. പിന്നെ ആ പിരമിഡ് എക്സ്പീരിയൻസ് പറയാതിരിക്കാൻ വയ്യ. പിന്നെ പിരമിഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബൈക്കിൽ കയറിയിട്ട് മൈക്ക് പോയത് ഞാൻ ആകെ ടെൻഷൻ അടിച്ചു. കാരണം ഇപ്പോൾ ഈജിപ്ത് യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ആകെ ഒരു മൈക്ക് ഇതിനേ ഉള്ളൂ. അപ്പോൾ അത് പോയാൽ ഈജിപ്ത് യാത്ര മൊത്തം കോളാവും. പിന്നെ ഏറ്റവും ടെൻഷൻ അടിച്ചത് ആ മൈക്ക് പോയതിനു ശേഷം 2 ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അതെങ്ങാനും ഇത് കയറിയണമെങ്കിൽ പിന്നെ ഇത് പറയേണ്ടതില്ല. ഇതിലെ മഹാന്മാരുടെ കാവൽ കൊണ്ട്, അല്ലാഹുവിൻ്റെ വലിയ ഇഷ്ടം കൊണ്ട് അത് കിട്ടി. അപ്പോൾ ഏതായാലും അതൊക്കെ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഭയങ്കര ക്ഷീണം. ഇതിനിടയ്ക്ക് ഞങ്ങളൊരു കടയിൽ കയറിയിട്ട് മീൻ കഴിച്ചു. ഇങ്ങോട്ട് വരുന്ന തന്നെ 2-3-4 അറേബ്യ വണ്ടി കയറി ഇറങ്ങി ഒരു ബസ് കയറി ഇറങ്ങി. ഒന്ന് വീഡിയോ എടുത്തില്ല, നല്ല ക്ഷീണമായതുകൊണ്ട്. പിന്നെ മീൻ കഴിച്ചു, നല്ല രസമുള്ള മീൻ. അവിടെ ലൈവായിട്ട് മീനുണ്ടാവും. ജീവനുള്ളതല്ല, ജീവനില്ലാത്ത മീനുണ്ടാവും. അത് നമ്മൾ തൂക്കി കൊടുത്താൽ അവർ പാകം ചെയ്ത് കൊണ്ടുവരും. അതോടൊപ്പം ഐസും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ കഴിച്ച് ഇപ്പോൾ റൂമിലെത്തി. നല്ല ക്ഷീണമാണ്. നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കുക. തണുപ്പ് കുറവുണ്ടെന്ന് വലിയ പ്രശ്നമില്ല. അപ്പം ചൂടുവെള്ളത്തിൽ കുളിക്കുക. നിസ്കാരം ബാക്കിയുണ്ട്, നിസ്കരിക്കുക, കേട്ടൊന്നുറങ്ങുക. ബാക്കിയൊക്കെ നാളെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.